ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ക്രാഫ്റ്റി വേൾഡ്. ഇന്നത്തെ വീഡിയോ പേപ്പർ ഫ്ലവറാണ്. ക്രെപ്പ് പേപ്പർ യൂസ് ചെയ്താണ് ഞാൻ ഈ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. ചെറിയ ചെറിയ പാർട്ടികൾക്കൊക്കെ നമുക്ക് വളരെ ഈസിയായി ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനിവിടെ പിങ്ക് കളർ ക്രെപ്പ് പേപ്പറാണ് ഫ്ലവർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള സ്റ്റിഫായിട്ടുള്ള ക്രെപ്പ് പേപ്പറാണ്. അതായിരിക്കും ഈ ഫ്ലവർ ഉണ്ടാക്കാൻ നല്ലത്. ഇച്ചിരി സോഫ്റ്റായിട്ടുള്ള ക്രെപ്പ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയില്ല. ഞാനിവിടെ ക്രെപ്പ് പേപ്പർ ഡബിളായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിൽ സർക്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രെപ്പ് പേപ്പർ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്രെപ്പ് പേപ്പർ എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സൈഡും ഒരേ ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ പലതും പല സൈസിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ച് ഇതുപോലെ ചരിച്ച് പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്. അത് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പായി കിട്ടും. എല്ലാ പേപ്പറും നമുക്കിതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫ്ലവർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി തിന്നായി കൂർപ്പിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫ്ലവറാക്കി എടുക്കാം. എന്നിട്ട് 3 ലെയറിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മറ്റൊരു ഫ്ലവറായി. ഇതുപോലെ ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ റെഡ് കളറിലുള്ള കുറച്ച് ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യുമ്പോൾ ഒറ്റ കളറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ കളറിൽ വേണമെങ്കിലും ഫ്ലവർ സെറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഒരു ഫ്ലവർ എടുത്ത് അതിൻ്റെ മിഡിൽ ഭാഗം നമുക്ക് ചെറുതായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ചേർത്ത് മിഡിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ പെറ്റൽസ് ഒരുമിച്ച് ചേർത്തതിന് ശേഷം ഫ്ലവറിൻ്റെ അടിഭാഗത്തായി നമുക്ക് ഒന്ന് ചെറുതായി ചുരുട്ടി കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് ലെയർ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പെറ്റൽസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു ഫ്ലവറിൻ്റെ പെറ്റൽസ് എടുത്തതിന് ശേഷം അതിൽ ഗ്ലൂ തേച്ച് ചുരുട്ടിയെടുത്ത പെറ്റൽസ് ഇതിന് മുകളിലായി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴത്തെ ലെയർ ഫ്ലവറും പെറ്റൽസ് എല്ലാം ഒരുമിച്ച് ചേർത്തതിന് ശേഷം ഫ്ലവറിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് പെറ്റൽസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. ആദ്യമായിട്ട് ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, എങ്കിലും 1-2 ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. ഞാനിവിടെ 3 ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ക്രെപ്പ് പേപ്പറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് 3ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം മിഡിലൂടെ ഒരു ഫോൾഡ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ
ക്രെപ്പ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ലീഫ് ഫ്ലവറിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. വളരെ ഈസിയായി ചെയ്യാവുന്ന ഫ്ലവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇനിയും വീഡിയോകൾ ചെയ്യാൻ ഇൻസ്പിറേഷൻ തരുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.